പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാർ, എൻ്റെ പേര് സേവാരത്ന ശ്രേഷ്ഠ സേവ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. വൈദ്യശാസ്ത്രജ്ഞനാണ്, ഗവേഷകനാണ്. ബാംഗ്ലൂരിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി ജോലി ചെയ്യുന്നു. ഞാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ കേരളത്തിലെ അധ്യക്ഷനാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട, ഞാൻ വർഷങ്ങളോളം നീണ്ട്, ഇപ്പോൾ ഈ കൊറോണ കാലമായതുകൊണ്ട് കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള അതിൻ്റെ വാക്സിനും അതിൻ്റെ റെമഡിക്കും വേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന ഒരു ശാസ്ത്രകാരൻ കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുക. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്ത് മിക്ക രോഗങ്ങളും വന്നിട്ടുള്ളത് മൃഗങ്ങളിൽ നിന്നും പക്ഷിമൃഗാദികളിൽ നിന്നുമാണ്. നിങ്ങൾക്കറിയാമോ, ആദ്യം വന്ന ഒരു രോഗമാണ് ട്യൂബർകുലോസിസ്. ഇത് വന്നത് എവിടുന്നാണെന്നറിയാമോ നിങ്ങൾക്ക്? കുതിരയിൽ നിന്നാണ്. രണ്ടാമത് വന്നിട്ടുള്ള വളരെ അപകടം പിടിച്ച രോഗങ്ങളാണ് പല കൊതുകുകളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞങ്ങൾ ലോകത്തിനൊരു മുന്നറിയിപ്പ് തരികയാണ്. ഇനി വരാൻ പോകുന്ന ഒരു വൈറസിന് ലോകത്തിൻ്റെ പകുതിയിലേറെ ചിലപ്പോൾ തുടച്ചു നീക്കാൻ കഴിഞ്ഞേക്കാം. അത് പക്ഷി ഈ വർഗത്തിൽപ്പെട്ട കോഴിയിൽ നിന്നായിരിക്കും. കാരണം ഞാൻ നാമക്കല്ലിൽ ചെന്ന് ഗവേഷണം നടത്തിയപ്പോൾ 1 മീറ്റർ ചുറ്റളവിൽ ഏകദേശം 100-125 കോഴികളെയാണ്, ഒരു കോഴിക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത, കഴുത്ത് തിരിക്കാൻ പറ്റാത്ത രീതിയിലാണ് രാവിലെ ഹോർമോൺ അടിച്ചും കൃത്രിമമായ ഭക്ഷണം കൊടുത്തും കോഴികളെ വളർത്തുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് വരുന്ന കോഴികളിൽ നിന്നുണ്ടാകുന്ന ഒരു വൈറസ് ഭാവിയിൽ ലോകത്തെ തന്നെ നശിപ്പിച്ചേക്കാം. ഇനി വരാൻ പോകുന്ന അപകടം മുഴുവൻ കോഴിയിൽ നിന്നായിരിക്കാം. അത് ഞങ്ങളുടെ നിഗമനമാണ്, പ്രവചനമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്രിമമായി ഉണ്ടാക്കുന്ന കോഴിയിറച്ചി, അത് ബോയിലർ കോഴികൾ, അതിൻ്റെ കോഴിമുട്ട, അത് ഉണ്ടാക്കുന്ന രീതി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്നെ ആ 5000 കോഴിപ്പൂട എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. 2ാം സ്ഥാനം കൽക്കട്ടയിലാണ്. അവിടുന്ന് എന്നെ ആട്ടി പറഞ്ഞേക്കുകയാണ്, അങ്ങ് ഗവേഷണത്തിന് വന്ന ആളാണോ എന്ന് ചോദിച്ചു. കാരണം അവരെന്നോടൊരു സത്യം പറയുകയുണ്ടായി. കേരളത്തിൽ കോഴിക്കോട് മലപ്പുറം ജില്ലക്കാരാണ് ഇത് കൂടുതൽ വാങ്ങുന്നത്. ഇത്രയും കോഴിത്തീറ്റ കഴിഞ്ഞ് ഞങ്ങൾ ഞെട്ടിപ്പോയെന്നും ഈ കോഴിക്കോട് മലപ്പുറം ജില്ലക്കാരുണ്ടായതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നതൊക്കെ എന്നോട് അവിടെ അവർ കൗതുകപൂർവ്വം പറയുകയുണ്ടായി. പക്ഷേ ഈ തീറ്റ കൊണ്ട് വൈറസ് മാത്രമല്ല, പലതരം മാറാരോഗങ്ങളും, പൈൽസ്, അതുപോലെ ഫിഷർ, പലതരത്തിലുള്ള അർബുദങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എൻ്റെ അടുത്ത് വന്ന് 8-9 വയസ്സുള്ള പെൺകുട്ടികൾ മെൻസസ് ആയി എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നുണ്ട്. അവർ ഓരോ കോഴി ഇരുന്നിരിപ്പിന് കഴിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴിയിറച്ചി തീറ്റ കൊണ്ട് മനുഷ്യവംശത്തിന് തന്നെ അപകടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ നാടൻ കോഴിയിറച്ചി നിങ്ങൾക്ക് കഴിക്കാം, നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാം. പക്ഷെ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള മാംസാഹാരമോ ഭക്ഷണമോ നിങ്ങൾ കഴിക്കരുതെന്നും ഈ കൊറോണ വൈറസിനേക്കാൾ അപകടകരമായി വരുന്ന അടുത്ത വൈറസിനെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ ജീവിത രീതി അടിമുടി മാറ്റിയേ പറ്റുമെന്നും പ്രകൃതിയെ ദൈവമായി കാണണമെന്നും പ്രകൃതി സ്നേഹം തീർച്ചയായും പുലർത്തണമെന്നും തെറ്റായ ഭക്ഷണ രീതികൾ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കണമെന്നും ഞാൻ ആത്മാർത്ഥമായി നിങ്ങളുടെ എളിമയോടെ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ കൊറോണയ്ക്കുള്ള 5 പ്രതിരോധ, ഇത് വാക്സിനല്ല, പക്ഷെ 5 റെമഡികൾ അഥവാ പ്രതിരോധ നടപടികൾ ഞാൻ നിങ്ങളോട് ഗവേഷണത്തിലൂടെ പറയുകയാണ്. ഒന്ന്, നിങ്ങൾ 35 ഡിഗ്രിയുള്ള സൂര്യപ്രകാശത്തിൽ 45 മിനിറ്റ് കുറച്ച് ദിവസം ഇരുന്നാൽ ഒരു സൂക്ഷ്മാണുവിനും വൈറസിനും നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. 2, വിറ്റാമിൻ സി നിങ്ങൾ 0.6 മുതൽ 2ന്റെ ഇടയിൽ ഉള്ള അളവിൽ mgയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ഇന്ന് വളരെ കോൺട്രവേഴ്സിയുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ടോപ്പിക്ക് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ കമൻറ്റ് ചെയ്യാവൂ എന്ന് എനിക്കൊരു അഭ്യർത്ഥന ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. എന്താണ് ബ്രോയിലർ ചിക്കൻ? അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആൾക്കാരും എൻ്റെ അടുത്ത് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ അടിയിൽ കമൻറ്റിൽ സംശയമായും അല്ലെങ്കിൽ നേരിട്ടും ഇത് ബ്രോയിലർ ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ
എന്തെങ്കിലും അപകടമുണ്ടോ, ഇത് ഹെൽത്തി ചിക്കനാണോ എന്നൊക്കെ നിരവധി ആൾക്കാർ ചോദിക്കാറുണ്ട്. പലരും ഓർഗാനിക് ചിക്കൻ കഴിക്കാനും അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടുപോയി തരാറുമുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് റിസർച്ച് നടത്തി. അപ്പോൾ എന്താണ് ഈ ബ്രോയിലർ ചിക്കൻ ഇന്നത്തെ അവസ്ഥ, അല്ലെ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ ബ്രോയിലർ ചിക്കൻ ബേസിക്കലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇത് നല്ല വെളുത്ത തൂവലും വെളുത്ത തൊലിക്കളറും ചുവന്ന പൂവുള്ള കോഴികളാണ് ഈ ബ്രോയിലർ വിഭാഗത്തിൽ കാണുകയുള്ളൂ. മറ്റ് രീതിയിലുള്ള കളർ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രോയിലർ വിഭാഗത്തിൽ പെടുന്നില്ല. ഇനി ഈ ബ്രോയിലർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, ഇത് നമ്മൾ ആദ്യം വിചാരിക്കും, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ചില ഹോർമോൺസ് കുത്തിവെച്ചൊക്കെയാണ് ഈ കോഴികളെ വലുതാക്കുന്നത്. അങ്ങനെയല്ല. ഈ ബ്രോയിലർ 1950 മുതൽ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ബ്രോയിലർ ചിക്കൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് നമുക്കിഷ്ടമുള്ള ക്വാളിറ്റിയുള്ള ചിക്കനുകളെ തിരഞ്ഞു പിടിച്ച്, അതായത് നമുക്കിവിടെ വേണ്ടത് മീറ്റ് കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മീറ്റ് ഉണ്ടാക്കാനും അതനുസരിച്ച് പെട്ടെന്ന് വളരുന്ന ക്വാളിറ്റിയുള്ള കോഴികളെ തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യും, അല്ലെങ്കിൽ സെലക്റ്റീവ് ബ്രീഡിങ് നടത്തി ഉണ്ടാക്കുന്നതാണ് ഈ ബ്രോയിലർ ചിക്കനുകൾ. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോഴികൾ വളരെ പെട്ടെന്ന് വളരെ മീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും. നമ്മൾ 1950കളിലെ ബ്രോയിലർ ചിക്കനുകളും 2023 ബ്രോയിലർ ചിക്കനും നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 300 ഇരട്ടി ഫാസ്റ്റായിട്ട് വളരുകയും വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ സെലക്റ്റീവ് ബ്രീഡിങ് വഴി ബ്രോയിലർ ചിക്കനെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ സെലക്റ്റീവ് ബ്രീഡേഴ്സ് ഈ മീറ്റ് പ്രൊഡക്ഷൻ മാത്രമേ അവർക്ക് വേണ്ട ഒരു പോയിൻ്റായിട്ട് അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ കോഴിക്കുണ്ടാകുന്ന ചിലപ്പോൾ അസ്ഥിക്ക് ബലക്കുറവ്, ഇമ്മ്യൂണിറ്റി കുറവ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ ബ്രോയിലർ ചിക്കന് ഉണ്ടാവാറുണ്ട്. ഈ സെലക്റ്റീവ് ബ്രീഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ചില കോഴികൾക്ക് തടി വെച്ചിട്ട് അതിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലാത്ത രീതിയിൽ അങ്ങോട്ട് ആയി പോവുകയാണ്. അതുപോലെ അതിന് ജോയിൻ്റ് ആർത്രൈറ്റിസ്, ഹാർട്ട് ഫെയിലിയർ, അങ്ങനെ നിരവധി അസുഖങ്ങളുടെ ഒരു കൂമ്പാരമായി മാറുകയാണ് ഈ ബ്രോയിലർ ചിക്കൻ ഈ 2023 ആയപ്പോഴേക്കും. കാരണം നമ്മൾ ഈ സെലക്റ്റീവ് ബ്രീഡിങ്ങിൽ ഇത് മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സെലക്റ്റീവ് ബ്രീഡായിട്ടുള്ള ഈ ബ്രോയിലർ ചിക്കനെ എടുക്കണമെങ്കിൽ അത് നമുക്കറിയാം, ഈ ഉണ്ടാകുന്ന ദിവസം, അതായത് ഈ ബ്രോയിലർ ചിക്കൻ ഹാച്ചറിയിൽ വിരിയുന്ന ദിവസം തന്നെ, ഒന്നാം ദിവസം തന്നെ ഇതിനെ വാക്സിനേറ്റ് ചെയ്യുകയാണ് എയറോസോൾ വെച്ചിട്ട്. കാരണം വിവിധ രോഗങ്ങളെല്ലാം നമുക്ക് മനുഷ്യനെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളെല്ലാം ഇതിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ വാക്സിനേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് വളർത്തുന്ന കമേഴ്ഷ്യൽ ബ്രീഡിംഗ് പ്ലേസസ്, അല്ലെങ്കിൽ കോഴി വളർത്തൽ കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോഴേക്കും ഈ കോഴികൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല. കാരണം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഈ കോഴികളെല്ലാം അടുപ്പിച്ച് നിർത്തുന്നു. അതുപോലെ തന്നെ മിക്കവാറും അവർക്ക് ടെമ്പറേച്ചറൊന്നും വലിയ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നില്ല. ഭയങ്കര തൊട്ടടുത്തുള്ള കോഴികൾ ചിലപ്പോൾ അസുഖം ബാധിച്ച് മരിക്കും. അല്ലെങ്കിൽ ഈ കൊമേഴ്സ്യൽ ഹാച്ചറികൾ, ഈ കോഴി വളർത്തൽ കേന്ദ്രങ്ങളാണെങ്കിൽ ഇവരുടെ ഭൗതിക സാഹചര്യങ്ങൾ അവിടെ വളരെ ഫിൽത്തി ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ കോഴികൾ വളരുന്നത്. അപ്പോഴത്തേക്ക് ഈ കോഴികൾക്ക് ഒത്തിരി സ്ട്രെസ്ഡ് ഔട്ടാണ്. കോഴികളാകെ എല്ലാം ഇമോഷണലി വളരെ നല്ല ഇമോഷൻസ് ഉള്ള ഒരു ജീവികളാണ് ഈ കോഴികൾ. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ വളരുമ്പോഴത്തേക്ക് ഒത്തിരി സ്ട്രെസ്ഡ് ഔട്ടായി കോഴികളിൽ ഒത്തിരി സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകും. പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കോഴികൾക്ക് പിന്നെ വേറൊന്നുമില്ല, അവർക്ക് കിട്ടുന്ന തീറ്റ തിന്നുക, തടി വെപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ഈ കോഴികൾക്ക് പലതിനും നിലത്ത് നിൽക്കാനോ, അല്ലെങ്കിൽ ഈ ഭാരം കാരണം മറിഞ്ഞു വീഴുകയോ, ജോയിൻറ്റ് വർക്ക് ചെയ്യാതിരിക്കുകയോ, ബ്രിട്ടിലായിട്ടുള്ള എല്ലാം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കോഴികൾ വളരുകയും അതിനെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൊമേഴ്സ്യൽ ആയിട്ട് കോഴികളെ വളർത്തുന്ന സ്ഥലങ്ങളുണ്ടാകുന്ന ഈ ബ്രോയിലർ കോഴികൾക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഇനി നമുക്ക് ഈ കോഴികൾ, അല്ലെങ്കിൽ ബ്രോയിലർ കോഴികൾ കഴിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. കാരണം എന്ത് സാധനത്തിനാണെങ്കിലും നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ നോക്കണം. ഏറ്റവും ചീപ്പായിട്ട് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോട്ടീനാണ് ബ്രോയിലർ ചിക്കൻ വഴി നമുക്ക് ലഭിക്കുന്നത്. കാരണം നമുക്ക് വെയിറ്റ് ഗെയിന്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യുന്ന രീതിയിൽ വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഈ ചിക്കനിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ആഹാര പദാർത്ഥം തന്നെയാണ് ഈ ബ്രോയിലർ ചിക്കൻ. ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രശ്നമാണ് കമ്മ്യൂണിറ്റിയിലുണ്ടാകുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ കേൾക്കാൻ നോക്കും, എനിക്കെന്താ പ്രശ്നം, ഇത് ഡോക്ടർമാർക്കും ആശുപത്രിക്കാർക്കുള്ള പ്രശ്നമല്ലേ? എന്നാൽ അങ്ങനെയല്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത്രയും ഇമ്മ്യൂണിറ്റിയൊക്കെ കുറഞ്ഞ, ഇത്രയും അസുഖങ്ങൾ, ഇത്രയുള്ള ഈ ഭാഗങ്ങൾ, ഈ ഏരിയയിൽ വളർത്തപ്പെടുന്ന കോഴികൾക്ക് സകലവിധ ഇൻഫെക്ഷൻസും ഉണ്ടാകും, ഈവൻ ദോ അവർക്ക് ആദ്യം വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെയുള്ള ഈ കോഴികൾ മരിക്കാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ലിബറലായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഈ കോഴിയിൽ ഉപയോഗിക്കും.
അപ്പോൾ മിക്കവാറും ഉള്ള മനുഷ്യനുണ്ടാകുന്ന ഇൻഫെക്ഷൻസൊക്കെ തന്നെയായിരിക്കും ഈ കോഴികൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്കുമില്ലാതെ ഈ ആൻറ്റിബയോട്ടിക് ഈ കോഴി ഫാമുകളിൽ ഉപയോഗിക്കുന്ന വഴി മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ സമൂഹത്തിൽ വരും. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു ടൈഫോയിഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് നിങ്ങൾ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ ആൻറ്റിബയോട്ടിക് കൊടുക്കും. ഈ കൊമേഴ്സ്യൽ കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ഇങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകളായിരിക്കും സമൂഹത്തിലുണ്ടാകുക. അങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇതുകൊണ്ട് സാധാരണ ആൻറ്റിബയോട്ടിക് കൊണ്ട് ചികിത്സിക്കാൻ പറ്റാതെ വരും. അങ്ങനെയാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞ ബാക്ടീരിയകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നത്. ഏതാണ്ട് ഒരു വർഷം 70 ലക്ഷത്തോളം ആൾക്കാരാണ് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് MDR എന്ന് പറഞ്ഞ അസുഖം വന്ന് മരിക്കുന്നത്. 2025 ആകുമ്പോഴത്തേക്കും 12 ദശലക്ഷം ആൾക്കാർ ഈ MDR അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് കൊണ്ട് രോഗികൾ മരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയം എന്ന കൊച്ചു ടൗണിൽ പോലും ഞാൻ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ പോലും MDR വന്ന് ആൾക്കാർ മരണപ്പെട്ടു പോകാറുണ്ട്. കാരണം നമ്മൾ നിസ്സഹായരാണ്. കാരണം അതിനെതിരെയുള്ള ആൻറ്റിബയോട്ടിക് നമ്മളിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം, നമ്മൾ കൊമേഴ്സ്യൽ ഈ കോഴി വളർത്തൽ ബ്രോയിലർ ഭാഗത്തുനിന്ന് ചിക്കൻ വാങ്ങിക്കുകയും ചിക്കൻ കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ MDR വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കോഴി ഫാമുകളിൽ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് നമ്മൾ പൂർണ്ണമായും നിരോധിക്കണം. എങ്കിൽ മാത്രമേ ഇത് ഒരു ഹെൽത്തി ഭക്ഷണമായി അല്ലെങ്കിൽ നമുക്ക് സസ്റ്റൈനബിളായി, അതായത് നമുക്ക് തന്നെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം നമുക്കുണ്ടാവും. ഈ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫുഡ് പോയ്സണിംഗ് ആണ്. ഫുഡ് പോയ്സണിങ് നമ്മൾ പല രീതിയിൽ നമ്മളിപ്പോൾ ഈയിടെ നമ്മൾ വാർത്തകളിലും കണ്ടു, ചിക്കൻ കഴിച്ച് ഫുഡ് പോയ്സണിങ് ഉണ്ടാകുന്നു. നമ്മൾ അമേരിക്കയിലെ കണക്കുകൾ എടുത്താൽ പോലും, ഞാൻ പറഞ്ഞല്ലോ ഈ കോഴികൾ കൊമേഴ്സ്യൽ ഹാച്ചറികളിൽ എങ്ങനെയാണ് ഏതൊരു സാഹചര്യത്തിലാണ് ഈ കോഴികൾ വളർത്തുന്നത്. അപ്പം അമേരിക്കയുടെ കണക്ക് പോയിട്ട് 97% കൊമേഴ്സ്യൽ ബ്രോയിലർ ചിക്കനും കണ്ടാമിനേറ്റഡാണ്, ബാക്ടീരിയ അതിലുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഈ 97% ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അപ്പം ഫുഡ് പോയ്സണിംഗ് ആണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. അപ്പോൾ ഈ ഫുഡ് പോയ്സണിംഗ് എന്ന് പറയുന്ന സമയം നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഇപ്പോൾ ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നുകിൽ അവനെ നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കുക്ക് ചെയ്യുക. അപ്പം ടെമ്പറേച്ചർ കോഴിയെ കുക്ക് ചെയ്യുമ്പോൾ മിനിമം ഒരു 80 ഡിഗ്രിക്ക് മുകളിൽ, 80 സെൻറ്റിഗ്രേഡിന് മുകളിൽ 10 മിനിറ്റെങ്കിലും കോഴിയെ കുക്ക് ചെയ്യണം. ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ 4 ഡിഗ്രിയിൽ താഴെയുള്ള ടെമ്പറേച്ചറിൽ വേണം ബ്രോയിലർ ചിക്കൻ സൂക്ഷിക്കാനായിട്ട്. പിന്നെ ഈ കോഴിയെ കട്ട് ചെയ്യുന്ന പ്ലേറ്റ്, നമ്മുടെ കട്ടിംഗ് ബോർഡ്, നൈഫ് എന്നിവയെല്ലാം ചൂടുള്ള വെള്ളത്തിൽ സോപ്പ് ആൻഡ് വാട്ടറിൽ കഴുകി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രഷായിട്ട് കഴിക്കുന്ന വെജിറ്റബിൾസ് അല്ലെങ്കിൽ അതുപോലെ സാലഡുമായിട്ട് ഈ ചിക്കൻസിന് ഒരിക്കലും ഒരു കോണ്ടാക്റ്റും ഉണ്ടാവാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഫുഡ് പോയ്സണിങ് നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും സിവിയർ ഫുഡ് പോയ്സണിങ് ഈ കൊമേഴ്സ്യൽ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ പ്രശ്നമാണ് എന്നോട് ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നത്, ഈ ബ്രോയിലർ ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ വരുമോ? അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് ഈ ചിക്കനിലുള്ള ഹോർമോൺസ് ഇതിലേക്ക് വരുന്നത്. നമുക്കറിയാം ചിക്കനിലുള്ള ഹോർമോൺസ് നമ്മുടെ ഹോർമോൺ സ്ട്രക്ചറുമായിട്ട് ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ ഇതിലെ ഹോർമോൺസ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പോലെ തന്നെയാണ് പ്രവർത്തിക്കുക. അപ്പോഴാണ് ഇപ്പോഴെല്ലാവരും ചോദിക്കുക, ഇത് ഇവർ ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്യുക. ഒരിക്കലും ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്യുന്നില്ല ബ്രോയിലർ ചിക്കനിൽ. കാരണം അവർക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, കാരണം അത് ഓരോ കോഴിയും പിടിച്ച് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ടെക്നിക്കലി വളരെ ചിലവേറിയ കാര്യമായതുകൊണ്ടാണ് ആരും ഈ ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്യാത്തത്. പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ വളരുന്ന കോഴികളിൽ സ്ട്രെസ്ഡായിട്ടായി പിന്നെ ഈ മീറ്റ് പ്രൊഡക്ഷൻ മാത്രം, ഭക്ഷണം തിന്നുക, മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു 8 ആഴ്ച 10 ആഴ്ചയൊക്കെയാണ് ഇവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മരിച്ചു പോകും. അപ്പോൾ ആ സമയത്ത് ഈ ഹെവി ആൻറ്റിബയോട്ടിക് അവരുടെ ശരീരത്തിൽ ഒത്തിരി ഹോർമോൺസ് ഉണ്ടാവും, എസ്പെഷ്യലി ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെയാണ്. അത് നമ്മൾ കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിലേക്കും കയറുന്നു. സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് വലിയ കാര്യമായ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഈ ഹോർമോൺസ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ അഡോളസെൻ്റ് അല്ലെങ്കിൽ പ്രീ പ്യൂബർട്ടലായിട്ടുള്ള കുട്ടികളിലാണ്. അവർക്ക് ഈ ഇങ്ങനെ വളരെ കൂടുതൽ ഇത് കഴിച്ച് ഈ ഹോർമോൺസ് അകത്ത് എത്തുകയാണെങ്കിൽ അവർക്ക് എന്താ പറയുക, വെയിറ്റ് ഗെയിൻ, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത് പൊണ്ണത്തടി ഉണ്ടാകുക, പിന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞ് PCOD, അതായത് കുട്ടികൾക്ക് തടി വെക്കുക, കുട്ടികളുണ്ടാകാതിരിക്കുക, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുക, അങ്ങനെയുള്ള PCOS എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഏർലി ഏജിൽ, അതായത് ഈ പ്രീ പ്യൂബർട്ടൽ യങ് ഏജിൽ ഈ ഫീമെയിൽ ഹോർമോൺസിനോട് അല്ലെങ്കിൽ ചിക്കനിൽ കൂടെ വരുന്ന ഹോർമോൺസിനോട് എക്സ്പോസ്ഡ് ആയാൽ നമുക്ക് ഭാവിയിൽ
ഫീമെയിൽസിലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ എല്ലാം ഉണ്ടാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഒരു പരിധിവരെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ഈ ഹോർമോൺ എക്സ്പോഷർ, യങ് ഏജിൽ ഹോർമോൺ എക്സ്പോഷർ കാരണമാകും എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള സയൻറ്റിഫിക് സൈറ്റുകളിൽ പോയി നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ജനറലായിട്ട് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ വരില്ല എന്ന് തന്നെയാണ് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനുള്ളിലേക്ക് കടന്നെങ്കിൽ മാത്രമേ നമുക്കിത് വരൂ. കാരണം ചിക്കൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് കിട്ടത്തില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമുക്ക്. അപ്പോൾ നമുക്കറിയാം ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാം, ക്യാൻസർ ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടാവാം, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവാം. ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ഇത് ഈ പറഞ്ഞതുപോലെയുള്ള ഈ ബ്രോയിലർ ചിക്കൻ ഉണ്ടാക്കുന്നതിലെ മനുഷ്യത്വം കുറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനം വരുമ്പോഴാണ്. അപ്പം എങ്ങനെ ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിനാണ് നമ്മൾ ഫ്രീ റേഞ്ച് ചിക്കൻ, അതായത് ഈ കോഴികളെ ഏറ്റവും ഞാൻ പറഞ്ഞില്ല വളരെ അടുത്തടുത്ത് വെച്ചിട്ട് ഒരു ചെറിയൊരു 700-500 കോഴികളെ ഇട്ട് വളർത്തുന്നതിന് പകരം കോഴികൾക്ക് മൂവ് ചെയ്യാനും നടക്കാനുമുള്ള സ്ഥലം കൊടുക്കുക. അതിനാണ് ഫ്രീ റേഞ്ച്. 2 രീതിയിലുള്ള ഫ്രീ റേഞ്ച് ഉണ്ട്. ഒന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ചിലുള്ള, അതായത് നമുക്കൊരു കോഴിക്ക് നമ്മുടെ എക്സാമ്പിളായിട്ട് എൻ്റെ സ്ക്വയർ ഫീറ്റ് പറയുന്നതിൽ നല്ലത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒരു ചുറ്റുവട്ടത്തൂടെ നമ്മളിങ്ങനെ കോഴിയെ വളർത്തുക. അതല്ലെങ്കിൽ നമ്മളൊരു ഫീൽഡിൽ അഴിച്ചുവിട്ട്, അതായത് ഏറ്റവും നല്ല ഫ്രീ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് ആവശ്യത്തിന് പറന്ന് കളിക്കാനും ചുറ്റി നടക്കാനും രാത്രി സമയത്ത് ഷെൽട്ടറിൽ കയറി കിടന്ന് ഉറങ്ങാനും, അപ്പോൾ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ചിക്കൻ, അങ്ങനെയുള്ള ഫ്രീ റേഞ്ച് ചിക്കനാണ് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ ഓർഗാനിക് ചിക്കൻ എന്ന് പറയും. ഓർഗാനിക് ചിക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓർഗാനിക് വാക്കിനോട് എനിക്ക് അത്ര യോജിപ്പില്ലെങ്കിലും, അതായത് ഈ കോഴി വളർത്തൽ, കോഴിത്തീറ്റ കൊടുക്കാതെ നമ്മുടെ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ കിട്ടുന്ന ഈ കൊമേഴ്സ്യൽ കോഴിത്തീറ്റകൾ കൊടുക്കാതെ വളർത്തുന്ന കോഴികളാണ് ഓർഗാനിക് കോഴി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ തന്നെയും നമുക്ക് ഈ ഫ്രീ റേഞ്ച്, അതായത് കോഴികൾക്ക് കൂടുതൽ അവരുടെ എമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് അവരുടെ നോർമൽ ലൈഫ് നടത്താനുമുള്ള രീതിയിൽ വളർത്തുന്ന ബ്രോയിലർ ചിക്കൻ നമുക്ക് വളരെയധികം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരിക്കലും ഒരു ബ്രോയിലർ ചിക്കനും എതിരെയല്ല പറഞ്ഞത്, പക്ഷേ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ തടയാമെന്നുമാണ് ഞാൻ ഈ ടോക്കിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്.